അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ടെക്നോ ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രജ്വൽ, ബാച്ചലർ ഓഫ് സയൻസ് ഇൻ കെമിസ്ട്രി. ഓക്കെ, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം അഥവാ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമായ പോളിമറൈസേഷൻ. ഓക്കെ, എന്താണ് പോളിമറൈസേഷൻ എന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അഡീഷൻ റിയാക്ഷനും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും നമ്മൾ ആദ്യത്തെ ക്ലാസ് പഠിച്ചിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം പോളിമറൈസേഷൻ എന്താണ് മക്കളെ. പോളിമറൈസേഷൻ പോളിമറൈസേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, പോളിമറൈസേഷൻ ഈസ് ദി പ്രോസസ് വെയർ എ മോണോമർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ പോളിമർ ഈസ് കോൾഡ് പോളിമറൈസേഷൻ. അതായത് ഒരു മോണോമർ പോളിമറായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഡൗട്ടായിരിക്കും, എന്താണ് മോണോമർ, എന്താണ് പോളിമർ. ഓക്കെ, മോണോമർ ഈസ് എ സ്മോൾ മോളിക്യൂൾ ദാറ്റ് ക്യാൻ കെമിക്കലി ബോണ്ട് വിത്ത് അതർ സിമിലർ മോളിക്യൂൾസ് ടു ഫോം എ ലാർജർ മോളിക്യൂൾ കോൾഡ് പോളിമർ. അതായത് മോണോമർസ് എന്ന് പറയുന്നത് ചെറിയ മോളിക്യൂൾസ്, അതായത് ചെറിയ മോളിക്യൂൾസ്, ഒറ്റ മോളിക്യൂളേ ഉണ്ടാവും അതിൽ. ഓക്കെ, ആ ഒറ്റ മോളിക്യൂൾ ചേർന്നിട്ട് കുറേ മോളിക്യൂളാവാൻ അതിന് സാധിക്കും. ഓക്കെ, ആ ഒരു മോളിക്യൂളിനെ ഒന്നിച്ച് തന്നെ മറ്റ് ചില മോളിക്യൂൾസും ചേർന്നിട്ട് ഒരു വലിയ മോളിക്യൂളാവാൻ അത് സാധിക്കും. അങ്ങനത്തെ അങ്ങനത്തെ മോളിക്യൂളിനെയാണ് നമ്മൾ പറയുക മോണോമർ എന്ന് പറയുക. ഓക്കെ, ഇനി പോളിമർ ഈസ് എ ലാർജ് മോളിക്യൂൾ ഫോംഡ് ബൈ ദി റിപ്പീറ്റഡ് ജോയിനിങ് ഓഫ് മെനി സ്മോൾ മോളിക്യൂൾസ് കോൾഡ് മോണോമർ. അതായത് പോളിമർ എന്ന് പറയുന്നത് ചെറിയ ചെറിയ മോളിക്യൂൾസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മോണോമർസ്. ഓക്കെ, ഈ മോണോമർസ് ആയിട്ടുള്ള ചെറിയ ചെറിയ സിംഗിൾ മോളിക്യൂൾസ് ഒക്കെ ചേർന്ന് കമ്പൈൻ ചെയ്ത് ഒരു ബോണ്ട് നിർമ്മിക്കും. ഓക്കെ, ഒരു ബോണ്ട് നിർമ്മിച്ച് അവരൊരു വലിയ സ്ട്രക്ചറായി മാറും. ആ വലിയ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പോളിമർ എന്ന്. ഓക്കെ, പോളിമർ. ഓക്കെ, 2 ടൈപ്സ് ഓഫ് പോളിമേഴ്സ് ആർ ദെയർ. ഓക്കെ, 2 ടൈപ്സ് പോളിമേഴ്സ് ഉണ്ട്, അഡീഷൻ പോളിമേഴ്സും കണ്ടൻസേഷൻ പോളിമേഴ്സും. ഓക്കെ, കണ്ടൻസേഷൻ പോളിമേഴ്സും അഡീഷൻ പോളിമേഴ്സും പറഞ്ഞാൽ 2 പോളിമേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് അവ ഏതെല്ലാം നോക്കാം. അതിനു മുമ്പ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് മോണോമർ എങ്ങനെയാണുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ മോണോമർ. ഓക്കെ, മോണോമർ ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മോണോമർ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പോളിമർ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഡീഷൻ പോളിമറൈസേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അഡീഷൻ പോളിമറൈസേഷൻ എന്താണ് മക്കളെ അഡീഷൻ പോളിമറൈസേഷൻ? ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു മോണോമർ എന്ന് പറയുന്നത് എപ്പോഴും ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, ഡബിൾ ബോണ്ട് കോമ്പൗണ്ടഡ് ആണ് മോണോമർ എന്ന് നമ്മൾ സാധാരണയായി പറയാം. ഓക്കെ, ഡബിൾ ബോണ്ട് ആയിട്ടുള്ള ഒരു സിംഗിൾ മോളിക്യൂളിനെയാണ് നമ്മൾ എന്താ പറയുക മോണോമർ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഇത് കൂടിച്ചേർന്നുണ്ടാകുന്ന വലിയൊരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയാം. ഓക്കെ, ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം അഡീഷൻ പോളിമേഴ്സ് പറഞ്ഞാൽ ഫോംഡ് ബൈ ദി അഡീഷൻ പോളിമറൈസേഷൻ. അതായത് അഡീഷൻ പോളിമറൈസേഷൻ മൂലമുണ്ടാകുന്ന പോളിമേഴ്സാണ് എന്താ പറയുക അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. മെനി അൺസാച്ചുറേറ്റഡ് മോണോമർ മോളിക്യൂൾസ് യൂഷ്വലി കണ്ടെയ്നിങ് C ഡബിൾ ബോണ്ട് C. ഓക്കെ, ജോയിൻ ടുഗദർ വിത്തൗട്ട് ദി ലോസ് ഓഫ് എനി ആറ്റം ഓർ മോളിക്യൂൾ. അതായത് ഒരു ആറ്റത്തിൻ്റെയോ മോളിക്യൂളിൻ്റെയോ ലോസോ, അതായത് ഒരു എനർജിയുടെ പോലും ലോസ് ഇല്ലാതെ ഈ മോളിക്യൂൾസ്, അതായത് ഡബിൾ ബോണ്ട് ആയിട്ടുള്ള മോളിക്യൂൾസ് ഒന്നിച്ച് ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ പോളിമർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡബിൾ ബോണ്ടാണ് ഉണ്ടാവുകയെന്ന്. ഇവർ തമ്മിലുള്ള ബോണ്ടിങ് എപ്പോഴും ഡബിൾ ബോണ്ടായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാവേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നോ ബൈ പ്രൊഡക്ട്സ് ആർ ഫോംഡ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവില്ല. ഓക്കെ, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് സെയിം മോളിക്യൂളല്ലേ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, ഞാൻ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിലേക്ക് മറ്റൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഓക്കെ, അവിടെ വേറൊരു റിയാക്ഷൻ നടക്കാനില്ല, അവർ തമ്മിൽ തന്നെ അങ്ങ് ബോണ്ട് ചെയ്ത് അവരങ്ങ് മിക്സ് ആവുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ ബൈ പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഞാൻ എക്സാമ്പിളായിട്ട് വെള്ളം ഒഴിക്കുന്ന കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് പാലിലേക്ക് വേറൊരു ഗ്ലാസ് പാലൊഴിച്ചു. ഓക്കെ, അത് രണ്ടും തമ്മിൽ മിക്സായി. നമുക്ക് പെട്ടെന്നൊന്നും വ്യത്യാസം തിരിച്ചറിയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാറില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താണ്. ഡ്യൂറിങ് ദി റിയാക്ഷൻ നോ സ്മോൾ മോളിക്യൂൾ സച്ച് ആസ് വാട്ടർ, HCl ഓർ അമോണിയ ആർ പ്രൊഡ്യൂസ്ഡ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവില്ല. ഓക്കെ, പോളിമർ ഹാസ് ദി സെയിം എംപിരിക്കൽ കോമ്പോസിഷൻ അറ്റ് ദി മോണോമർ. അതായത്
മോണോമറിൻ്റെ ഏത് സ്ട്രക്ചറാണോ, ഏത് ഫോർമുലയാണോ, എന്താണ് മീൻസ് ആ മോളിക്യൂൾ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ തന്നെ റെപ്ലിക്ക ആയിരിക്കും ഇവിടെ ഉള്ളത്. അതായത് ഒരു മോളിക്യൂൾ നമ്മൾ എടുത്തു വെച്ചാൽ, ഓക്കെ, ഞാൻ ആദ്യം നമ്മുടെ മോണോമറിൻ്റെ അടുത്ത് ഞാൻ കയ്യിൽ വെച്ചു. അതിനുശേഷം പോളിമറിന്ന് ഒരു മോളിക്യൂൾ എടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു. ഓക്കെ, ഇവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. കാരണം ഇവർ തമ്മിൽ അത്രയ്ക്കും സിമിലാരിറ്റി ആയിരിക്കും. ഓക്കെ, ഇവർ തമ്മിൽ ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ആ ഡബിൾ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഡബിൾ ബോണ്ടിൻ്റെ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഡബിൾ ബോണ്ടഡാണ് കോമ്പൗണ്ട്സ്. ഓക്കെ, കോമ്പൗണ്ട്സ് ഇവിടെ ഡബിൾ ബോണ്ടഡാണ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഡബിൾ ബോണ്ട് എന്തിനാണെന്ന് വെച്ചാൽ മക്കളെ, ഈ നമുക്കറിയാം കാർബൺ ബോണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബോണ്ട് ആവശ്യമുണ്ട്. ഓക്കെ, ഒരു ബോണ്ടിൻ്റെ ആവശ്യമുണ്ട് അവിടെ. ഓക്കെ, നമുക്കറിയാം ഇവർ രണ്ട് തമ്മിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സ്, അതായത് രണ്ട് ഡിഫറെൻ്റ് അല്ല, സെയിം കോമ്പൗണ്ട്സ് ആണ്. ബട്ട് രണ്ട് ഡിഫറെൻറ്റ് സ്ഥലത്ത് നിന്ന് എടുത്തു വെക്കുന്ന സമയത്ത് അവർക്ക് ബോണ്ട് ചെയ്യണ്ടേ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു തെർമാക്കോളിൻ്റെ പീസ് എടുത്തു, മറ്റൊരു തെർമാക്കോളിൻ്റെ പീസ് എടുത്തു. ഓക്കെ, നടുവിൽ പശ തേച്ചാലല്ലോ മക്കളെ എനിക്കതിനെ ഒട്ടിക്കാൻ പറ്റൂ, അല്ലാതെ വെറുതെ അത് ഒട്ടുമോ? ഇല്ലല്ലോ. ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ വെച്ചാൽ അത് ഒട്ടുമൊന്നുമില്ലല്ലോ, അത് ഇളകി പോകും. ഓക്കെ, ഞാൻ പക്ഷേ പകരം അതിലേക്ക് പശ തേച്ച് വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കും, അങ്ങനല്ലേ? അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അത് പശയാണ് ഈ ബോണ്ട് എന്ന് വിചാരിക്കുക. ഈ ഡബിൾ ബോണ്ടിൽ നിന്ന് ഒരു സിംഗിൾ ബോണ്ട്, അതായത് ഒരു ബോണ്ട് നമ്മുടെ മറ്റ് കാർബണുമായിട്ട് ബോണ്ട് ചെയ്യും. അതായത് ഒരു കാർബണും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കാർബൺ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കാർബൺ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കാർബൺ, റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കാർബൺ ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സിംഗിൾ ബോണ്ട് അവിടെ നിന്ന് റിമൂവ് ആയി നേരെ പോയി മറ്റേ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. അത് അവിടെ ഒരു പശ പോലെ ആക്ട് ചെയ്യും. ഓക്കെ, ഒരു ബോണ്ടാണ്. ബാക്കിയുള്ള ഒരു ബോണ്ട് അവിടെ തന്നെ നിൽക്കും. അതിൽ നിന്ന് ഡബിൾ ബോണ്ടിൽ നിന്നും ഒരു ബോണ്ട് അവിടെ പോയി അത് പശ പോലെ ആക്ട് ചെയ്യും. ബട്ട് അവിടെ മോളിക്യൂളിന് വ്യത്യാസം വരുമോ? ഇല്ല. CH2 മോളിക്യൂൾ ആണെങ്കിൽ CH2 മാത്രമായിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു, അഡീഷൻ റിയാക്ഷനിൽ നമ്മൾ പഠിച്ചു. അതായത് ഒരു മോളിക്യൂൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത്, അതായത് നമ്മുടെ ബോണ്ടിങ് അവിടെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോളിക്യൂൾ അവിടെ മാറുന്നുണ്ട്. അതായത് CH2 ഉള്ളത് CH3 ആയി. കാരണം അവിടെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ ഒന്നിനും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ആഡ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഏത് കോമ്പൗണ്ടാണോ ആ കോമ്പൗണ്ട് തന്നെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അഡീഷൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ പോളിമറൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കോമ്പൗണ്ടും ആഡ് ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മുടെ മോളിക്യൂൾ സെയിം ആയിരിക്കും. ഓക്കെ, മോളിക്യൂൾ സെയിം ആയിരിക്കും. പക്ഷേ ഇവിടുന്ന് ഒരു ബോണ്ട് ഇളകി നേരെ അപ്പുറത്തെ കാർബണായിട്ട് ബോണ്ട് ചെയ്യും. ഓക്കെ, അത് ഞാനിവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ കാണാം ഒരു കോമ്പൗണ്ട്. ഇവിടുന്ന് ഒരു ബോണ്ട്, അതായത് ഈ മുകളിലുള്ള ഈ ബോണ്ട് പോയി ഇവിടെ നിൽക്കും. കാരണം ഇവർ തമ്മിൽ ബോണ്ട് ചെയ്യണ്ടേ മക്കളെ? ഇവർ തമ്മിൽ ബോണ്ട് ചെയ്യണ്ടേ? എന്നാലല്ലേ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ ബോണ്ട് നേരെ പോയി അവിടെ പോയി ബൈൻഡ് ചെയ്യും. എന്നിട്ട് അവർ തമ്മിൽ ബോണ്ട് ചെയ്യും. ഓക്കെ, ആ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ അവിടെ ബോണ്ട് ചെയ്തു, പുതിയൊരു സ്ട്രക്ചർ ഉണ്ടായി. അതുപോലെ തന്നെ എന്താ പറയുക, n നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ്, അതായത് n നമ്പേഴ്സ് ഓഫ് മോളിക്യൂൾസ് അവിടെ ബോണ്ട് ചെയ്യും. ഓക്കെ, അതാണ് ഞാനിവിടെ n കൊടുത്തിട്ടുള്ളത്. n നമ്പേഴ്സ് ഓഫ് മോളിക്യൂൾ അവിടെ ബോണ്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഈ കാർബണ്, ഇവിടെ ഒരു കാർബൺ CH2 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൽ നിന്നും ഒരു ബോണ്ട് പോയി ഇവിടെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ അറ്റാച്ച് ചെയ്ത് മറ്റൊരു കാർബണിനെ അവിടെ പിടിച്ചു നിർത്തും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ CH2. ഓക്കെ, ഈ ഡബിൾ ബോണ്ടെന്ന് ഈ ഒരു ഡബിൾ ബോണ്ട് പോയിട്ടാണ് ഇവിടെ നിൽക്കുക. ഓക്കെ, ഈ കാർബണിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡബിൾ ബോണ്ട് എന്താണ് സംഭവം മനസ്സിലാക്കുന്നു. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ റിയാക്ഷൻ നടന്നിട്ടുള്ള ആ ഒരു ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു CH2 ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ ഇവിടെ, ഈ ഡബിൾ ബോണ്ടിൻ്റെ ബോണ്ടാണ് ഇവിടെ വന്ന് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഡബിൾ ബോണ്ട് പോയി ഇവിടെ നിന്നു അറ്റാച്ച് ചെയ്യണ്ടേ. അതുകൊണ്ട് ഓരോ ഡബിൾ ബോണ്ടും അങ്ങോട്ട് പോയി അറ്റാച്ച് ചെയ്തുകൊണ്ട് നിന്നു. ഓക്കെ, അതായത് ഓരോരോ ബോണ്ട് അങ്ങോട്ടും ഷിഫ്റ്റ് ആയിക്കൊണ്ട് നിന്നു. അതാണ് ഇവിടെ സംഭവം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സിംഗിൾ ബോണ്ട് മാത്രമേ കാർബണിൻ്റെ നടുവിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റേ ആറ്റത്തിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ ബോണ്ട് അവിടെ ബോണ്ട് ചെയ്യും. പക്ഷേ ആറ്റത്തിന് ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഇതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ബ്രാക്കറ്റിനകത്താണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഞാനിവിടെ റിയാക്ഷൻ നടന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് ബ്രാക്കറ്റിനകത്താണ്. ഓക്കെ, അതും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചത്? ഓക്കെ, പോളിമർ എന്ന് പറയുമ്പോൾ അറിയാം, ഈ ഒരു സ്ട്രക്ചറാണ് പോളിമർ അല്ലേ?
പോളിമർ n നമ്പേഴ്സ് ഓഫ് ആറ്റങ്ങൾ. ഓക്കെ, നമുക്കൊരു 5 ആറ്റം തന്നു. ഓക്കെ, 5 ആറ്റം റിയാക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ CH2 എന്ന് പറയുന്ന 5 ആറ്റം റിയാക്ട് ചെയ്താൽ നമുക്ക് എഴുതാം. ഓക്കെ, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 അങ്ങനെ എഴുതിയിട്ട് 5 എണ്ണം അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ബട്ട് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് n നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ആണ്. ഓക്കെ, n നമ്പേഴ്സ് ഓഫ് ആറ്റംസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്ര ആറ്റം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഓക്കെ, എത്ര ആറ്റം നമ്മുടെ കോമ്പൗണ്ട് കണ്ടെയ്യുന്നത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? ഇങ്ങനെ എഴുതേണ്ടി വരും. പേജ് തീരും വരെ CH2 എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഒരു പകരമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ ബ്രാക്കറ്റ് ഇടുന്നത്. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഈ ബ്രാക്കറ്റിൻ്റെ ഒരു ഭാഗത്ത്, അതായത് നടുവിലെത്തുന്ന സമയത്ത് അതിനൊരു വര കൊടുക്കുക. ബ്രാക്കറ്റിൻ്റെ പുറത്ത് പോകുന്നു അകത്തേക്ക് വരുന്നവരൊരു വര കൊടുക്കുക. അതുപോലെ തന്നെ അവസാനത്തെ ബ്രാക്കറ്റിൽ നിന്ന് അതുപോലെ തന്നെ അകത്ത് നിന്നും പുറത്തേക്ക് പോകുന്നവരൊരു വര കൊടുക്കുക. ഓക്കെ, അത് നമ്മുടെ മറ്റേ കാർബൺ, അതായത് ഇതിനോട് അറ്റാച്ച് ചെയ്യുന്ന മറ്റേ കാർബണിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം ആ ബ്രാക്കറ്റിന് താഴെ n എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, n നമ്പേഴ്സ് ഓഫ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുമ്പോൾ n നമ്പേഴ്സ് ഓഫ് പോളിമേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതൊന്ന് പ്രാക്ടിക്കലായി ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് ക്ലോറോ ഈഥീനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ കോമ്പൗണ്ട് ക്ലോറോ ഈഥീനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലോറോ ഈഥീൻ എങ്ങനെയാണ് നെയിമിങ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ ആദ്യത്തെ വീഡിയോ, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ പറയുക, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന് നെയിമിങ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന് ഈ ക്ലോറോ ഈഥീൻ എന്നുള്ള പേര് വന്നതെന്നുള്ളത് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാവാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ കറക്റ്റായി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ടോ n ടൈംസ് ക്ലോറോ ഈഥീനാണ്. n ടൈംസ് ക്ലോറോ ഈഥീനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, n ടൈംസ് ക്ലോറോ ഈഥീനെയാണ് നമ്മളോട് പോളിമറൈസേഷൻ ചെയ്തിട്ട് ഒരു പോളിമർ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിംഗിൾ ബോണ്ട് ചെയ്താൽ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു ബോണ്ട് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അതായത് ഇവിടെ CH2 CH ഉണ്ടല്ലോ, ഈ CH2 CH Cl അത് ഇപ്പുറത്തും ഉണ്ടാവും. C2 ഓക്കെ, CH അതുപോലെ Cl, ഈ സാധനം ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇതിന് ഡബിൾ ബോണ്ട് ഉണ്ടാവും ഇവിടെ. ഓക്കെ, ഈ ഡബിൾ ബോണ്ടിൽ നിന്ന് ഒരു ബോണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഡബിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ടിൽ നിന്ന് ഒരു ഡബിൾ ബോണ്ടാണ് ഇങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ബോണ്ടിങ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ബോണ്ടിങ് നടക്കുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അത് എഴുതി. ആദ്യം നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം ഒരു ഹൈഫൺ, അതായത് ആ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തു നിന്നും അകത്തേക്ക് വരുന്നവരൊരു വര വരച്ചു. അതിനുശേഷം CH2 സിംഗിൾ ബോണ്ട് CH എഴുതി. CH2 സിംഗിൾ ബോണ്ട് CH എഴുതി. അതിന് മുകളിൽ ഒരു Cl കൂടി എഴുതി. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ അകത്ത് നിന്നും പുറത്തേക്ക് പോകുന്നവരൊരു വര വരച്ചു. അതിന് താഴെ n എന്നിട്ടു. ഓക്കെ, അപ്പോൾ n ടൈംസ് ക്ലോറോ ഈഥീൻ കമ്പൈൻ ടു ഫോം n ടൈംസ് പോളിമർ. ഓക്കെ, ക്ലോറോ ഈഥീൻ പോളിക്ലോറോ ഈഥീൻ. ഓക്കെ, പോളിക്ലോറോ ഈഥീൻ n ടൈംസ് ആയിട്ട് ഫോം ചെയ്തു. ഓക്കെ, ഈ ക്ലോറോ ഈഥീൻ്റെ വേറൊരു പേരാണ് നമ്മുടെ വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, ഈ വിനൈൽ ക്ലോറൈഡ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വിനൈൽ ക്ലോറൈഡായി മാറി. വിനൈൽ ക്ലോറൈഡ് PVC കേട്ടിട്ടുണ്ടാവും. PVC, ഇതാണ് നമ്മുടെ PVC പൈപ്പിൻ്റെ ഫോർമുല. ഓക്കെ, ഇതാണ് നമ്മുടെ PVC പൈപ്പിൻ്റെ ഫോർമുല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. n ടൈംസ് CH2 ഡബിൾ ബോണ്ട് CH2, അതായത് n ടൈംസ് ഈഥീനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം 2 കാർബണും വരുമ്പോൾ ഈദ്, അതുപോലെ തന്നെ ഡബിൾ ബോണ്ടാണ്, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈൻ. ഓക്കെ, ഈഥീൻ n ടൈംസ് ഈഥീനാണ് നമ്മളിവിടെ പോളിമറൈസേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദിസ് ഓൺ പോളിമറൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രാക്കറ്റ് വരച്ചു. ഓക്കെ, ഒരു ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം നടുവിലൊരു വര വരച്ചു. CH2 സിംഗിൾ ബോണ്ട് CH2 എഴുതി. അതിനുശേഷം ബ്രാക്കറ്റ് വരച്ചു, ഒരു വര പുറത്തോട്ടേക്ക് വരച്ചു. അതിനുശേഷം താഴെ തന്നെ എഴുതി. അതായത് n ടൈംസ് ഈഥീൻ ഗീവ്സ് n ടൈംസ് പോളി ഈഥീൻ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, n പോളി ഈഥീൻ, അതായത് ഈ പോളി ഈഥീൻ്റെ n നമ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് പറയാൻ പറ്റില്ല, n നമ്പേഴ്സ് ആയിരിക്കും ആ പോളിമറിലുള്ളത്. ഓക്കെ, n നമ്പേഴ്സ് ഓഫ് എന്താ പറയുക ഈഥീൻ അതിൽ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പോളി ഈഥീൻ എന്ന് പറയുന്നത്. n നമ്പേഴ്സ് ഓഫ് പോളി ഈഥീൻ,
പോളീഥീൻ അല്ല, ഈഥീൻ. n നമ്പേഴ്സ് ഓഫ് ഈഥീൻ ആ കോമ്പൗണ്ടിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളതിനെ പോളി ഈഥീൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ n സൂചിപ്പിക്കുന്നത് n നമ്പേഴ്സ് ഓഫ് ഈഥീനാണ്. അതുപോലെ തന്നെ ഇതും n നമ്പേഴ്സ് ഓഫ് ഈഥീനാണ്. ബട്ട് ഇവിടെയുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ ഈ n സൂചിപ്പിക്കുന്നത് ഒരു പോളിമറിലുള്ള ഈഥീനാണ്. ഓക്കെ, എങ്ങനെയൊക്കെയോ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഒരു ഈഥീൻ മോളിക്കുളായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരച്ച കാണിച്ചൊക്കെ ഒരു ഈഥീൻ മോളിക്കുളായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ട് ഉണ്ടാവുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് മനസ്സിലാകാത്തവരോട് നമുക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. എന്താണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്? ഓക്കെ, ഫോംഡ് ബൈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അതായത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്ന പോളിമേഴ്സാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. ഓക്കെ, ടു ഓർ മോർ മോണോമർ ജോയിൻ ടുഗെദർ ഫോം എ പോളിമർ. അതായത് രണ്ട് മോണോമർ, അതായത് രണ്ടോ അതിലധികമോ മോണോമർ ചേർന്നിട്ട്, നമുക്കറിയാം മോണോമർ എന്ന് പറഞ്ഞാൽ സിംഗിൾ മോളിക്യൂൾസ് ആണ്. ഓക്കെ, ഈ സിംഗിൾ മോളിക്യൂൾസ് തന്നെ രണ്ടോ അതിലധികമോ മോളിക്യൂൾസ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്ന് CH3 ആണ്, മറ്റേത് Cl ആവാം, അല്ലെങ്കിൽ മറ്റേത് NH ആവാം, ഏതൊക്കെയാവാം. NH2 ആയിരിക്കാം, ചിലപ്പോൾ NH3 ആയിരിക്കാം, അമോണിയ ആയിരിക്കാം, സൾഫർ ആയിരിക്കാം, എന്തും ആവാം. ഓക്കെ, മറ്റേ കോമ്പൗണ്ട് ഒന്ന് CH3യും മറ്റേത് ഏതോ ഒരു കോമ്പൗണ്ടും ആയി ബൈൻഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ബൈൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദി റിയാക്ഷൻ സ്മോൾ മോളിക്യൂൾസ് സച്ച് ആസ് വാട്ടർ, ഹൈഡ്രജൻ ക്ലോറൈഡ്, അതായത് HCl നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓർ മെത്തനോൾ ആർ റിലീസ്ഡ് ബൈ ദി പ്രൊഡക്ട്സ്. ഓക്കെ, ബൈ പ്രൊഡക്ട്സ് ആയിട്ട് അവർ റിലീസ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടു അഡീഷൻ പോളിമറൈസേഷനിൽ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവില്ല. കാരണം നമ്മൾ സെയിം മോളിക്യൂൾസ് ആണ് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവില്ല. കാരണം അവർ തമ്മിൽ ബോണ്ട് ചെയ്ത് അവർ തന്നെയാണ് മീൻസ് അവർ ഒരു ഗ്ലാസ്സിലുള്ളതും വെള്ളമാണ്, മറ്റേ ഗ്ലാസ്സിലുള്ള വെള്ളമാണ്, ഒരു ഗ്ലാസ്സിലുള്ള പാലാണ്, മറ്റേ ഗ്ലാസ്സിലുള്ള പാലാണ്. അവർ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ബൈ പ്രൊഡക്ട്സ് ഒന്നും വരില്ല. ബട്ട് ഇവിടെയുള്ള സംഭവം ലേശം വ്യത്യാസമാണ്. ഓക്കെ, ഇവിടെയുള്ള സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഹൈഡ്രജൻ എടുത്തു. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തു. ഒരു ഗ്ലാസ്സിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തു. ഇപ്പുറത്തെ ഗ്ലാസ്സിൽ ഞാൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുത്തു. ഓക്കെ, ഇപ്പോഴത്തെ ഗ്ലാസ്സിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുത്തു. ഞാൻ ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റിലേക്ക് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതിൽ രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഓക്കെ, ഒന്ന് ഖരമായിട്ടുണ്ടാവും. ഖരം മീൻസ് സോളിഡ് ഉണ്ടാവും അതിൽ, അതുപോലെ തന്നെ ലിക്വിഡും ഉണ്ടാവും. ഓക്കെ, സോളിഡും ഉണ്ടാവും, ലിക്വിഡും ഉണ്ടാവും. ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ട് ലിക്വിഡും ഉണ്ടാവും, അതുപോലെ തന്നെ സോളിഡ്. അതായത് അവിടെ രണ്ട് പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, രണ്ട് പ്രൊഡക്ട്സാണ് അവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചു. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഈ രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് അവിടെ ചേരുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ടാണ് അവിടെ ഉള്ളത് അല്ലേ? വെള്ളത്തിലേക്ക് പാലൊഴിച്ചു, വെള്ളമുണ്ട് അതിൽ പാലും ഉണ്ട്, രണ്ട് മിക്സായൊരു കോമ്പൗണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ 1+1, അതായത് രണ്ട് പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. ഒന്ന് ബൈ പ്രൊഡക്റ്റ് ആയിരിക്കും, ഒന്ന് നമുക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റും ഒന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റും ആയിരിക്കും. ഓക്കെ, മോണോമേഴ്സ് യൂഷ്വലി കണ്ടെയ്ൻ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് നോക്കാം. COH ആയിരിക്കാം, OH ആയിരിക്കാം, NH2 ആയിരിക്കാം. ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവരെ കണ്ടെയ്നിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ COH ആണെന്ന് വിചാരിക്കുക. ഈ COHൻ്റെ തന്നെ രണ്ട് എണ്ണം ഇവർ COH, അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് CH ആണെന്ന് വിചാരിക്കുക. അപ്പുറത്ത് ഒരു സിംഗിൾ ബോണ്ട്, ഇപ്പുറത്ത് സിംഗിൾ ബോണ്ട്. COH ഇവിടെ ഉണ്ടാവും, COOH ഇവിടെ ഉണ്ടാവും. അതായത് സെയിം ഫോമുല, അതായത് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് രണ്ട് പ്രാവശ്യം ഒരു കോമ്പൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും ഇവർ. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, അതായത് ഈ കണ്ടീഷൻസ് ഏകദേശം എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം അത് ഒരു എന്താ പറയുക കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആയിരിക്കും. അതായത് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആയിരിക്കും അത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കണ്ടൻസേഷൻ പോളിമർ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൈലോൺ 66. ഓക്കെ, ഈ നൈലോൺ 66 നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് വെക്കുക. കാരണം ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ നൈലോൺ 66 എന്നുള്ള സംഭവം. ഓക്കെ, നമുക്കത് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് കോമ്പൗണ്ട്സ്. ഓക്കെ, രണ്ട് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു പോളിമർ ഉണ്ടാവും. ഈ രണ്ട് കോമ്പൗണ്ട്സ് ചേർന്നിട്ട് ഒരു പോളിമർ ഉണ്ടാവും ഇവിടെ.
ഓക്കെ, ഈ പോളിമറിനെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 2 കോമ്പൗണ്ട്സ് മിക്സായിട്ടാണ് ഒരു പോളിമർ ഉണ്ടായിരിക്കുന്നത് അല്ലേ. അതായത് ഈ 2 കോമ്പൗണ്ട്സ് ആദ്യം ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യും. ഓക്കെ, ഈ 2 കോമ്പൗണ്ട്സ് തമ്മിൽ ആദ്യം റിയാക്ട് ചെയ്യും. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റാണ് പിന്നെ പോളിമർ ഉണ്ടാകുന്നത്. ഓക്കെ, പോളിമറായി മാറുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റാണ്. ഇവനും അതായത് ഈ നീല ബോളും ഈ ചുമന്ന ബോളും റിയാക്ട് ചെയ്യും. ഓക്കെ, റിയാക്ട് ചെയ്ത് ഇവർ തമ്മിൽ ഒരു ബോൾ ഉണ്ടാവും. ഓക്കെ, അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കളർ. ഓക്കെ, അവിടെ ഒരു നീല വേണ്ട, ഒരു റോസ് കളർ. ഓക്കെ, ഒരു റോസ് കളർ ബോൾ ഉണ്ടായി. ഓക്കെ, ഈ റോസ് കളർ ബോളാണ് പിന്നെ ഇത് ഫോം ചെയ്യുന്നത്. അതായത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ രണ്ടാളും, അതായത് ഇവൻ്റെ പാതിയും ഉണ്ടാവും, ഈ നീലൻ്റെ പാതിയും ഉണ്ടാവും ഇതിൽ, ഈ ചോപ്പിൻ്റെ പാതിയും ഇതിലുണ്ടാവും. ഓക്കെ, പ്ലസ് ഏതെങ്കിലും ഒരു ബൈ പ്രൊഡക്റ്റ് പ്ലസ് ഏതെങ്കിലും ഒരു ബൈ പ്രൊഡക്റ്റ്. അതിപ്പോൾ HCl ആവാം, H2O, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബൈ പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ റിയാക്ഷൻ നടക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ നീലൻ്റെ പാതിയുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഈ ചുവപ്പിൻ്റെ പാതിയും ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള പകുതി അവിടെ പോയി. അതായത് നീലൻ്റെ ബാക്കിയുള്ള പകുതിയും ചുവപ്പിൻ്റെ ബാക്കിയുള്ള പകുതി നമുക്ക് കാണാനില്ല. അതെവിടെ പോയി എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ നൈലോൺ 66 ഇല്ലേ, ഇതിൻ്റെ എക്സാമ്പിൾ വളരെ അധികം എളുപ്പമാണ്. കാരണം ഏകദേശം എല്ലാവരും ചൂസ് ചെയ്യുന്ന ഇതാണ്. ഈ ഒരു എക്സാമ്പിളാണ് ബെസ്റ്റ്. കാരണം ഇത് പഠിക്കാനും കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങാനും എക്സാമിന് ഇനി ഒരു എക്സാമ്പിൾ, ഓക്കെ, എന്താ പറയുക, കണ്ടൻസേഷൻ പോളിമേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ എഴുതാം. നൈലോൺ 66 അങ്ങ് എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ഈ ഫോമിൽ എഴുതി വെക്കാം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. NCOOH CH2 4 times COOH plus NH2 CH2 അതുപോലെ തന്നെ 6 times NH2. ഓക്കെ, ഇവരാണ് റിയാക്ട് ചെയ്യുന്നത്. അതായത് അഡിപ്പിക് ആസിഡ്, അതായത് ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇത് അഡിപ്പിക് ആസിഡാണ്. അതുപോലെ തന്നെ ഇവർ ഹെക്സീൻ 1,6 ഡൈഅമീൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇവർ. ഓക്കെ, പ്രൊഡക്റ്റ് അല്ല, റിയാക്റ്റൻ്റ്. ഓക്കെ, ഇത് അഡിപ്പിക് ആസിഡ്, ഈ റിയാക്റ്റൻറ്റിൻ്റെ പേര് ഹെക്സേൻ 1,6 ഡൈഅമീൻ എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻ്റാണ് ഇവർ. ഓക്കെ, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇവർ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് കോമ്പൗണ്ട് ഉണ്ടാവും? പോളി ഹെക്സ മിത്തൈലിൻ അഡിപ്പാമൈഡ്. ഓക്കെ, ഹെക്സ മെത്തിലിൻ അഡിപ്പാമൈഡ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട്. നമ്മൾ നോർമലി പറയാം നൈലോൺ 66. ഓക്കെ, ഇതിൻ്റെ പേരാണ് നൈലോൺ 66. ഇനി കട്ടിയുള്ള വേർഡാണ്. ഓക്കെ, നാവിലൊന്നും വഴങ്ങാത്തൊരു വേർഡാണ്. ഓക്കെ, അതിന് പക്ഷേ നമുക്കിവിടെ പറയാം നൈലോൺ 66 അങ്ങ് ഡയറക്റ്റ് പറയാം, അത്രയേ ഉള്ളൂ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന രീതി ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ മക്കളെ ഇവിടുന്ന് ഒരു OH, ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്നും ഒരു OH. ഓക്കെ, നമ്മുടെ ആദ്യത്തെ അഡിപ്പിക് ആസിഡിൽ നിന്ന് 2 OH നമുക്കറിയാം. COOH ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ COOHൽ നിന്നും ഇപ്പുറത്തെ COOHൽ നിന്നും ഓരോ OH തമ്മിൽ റിലീസാവും. ഓക്കെ, റിലീസായി. ഇവിടുന്ന് 2OH റിലീസായി. ഓക്കെ, 2OH റിലീസായി. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഹൈഡ്രജനും ഇവിടുന്ന് ഒരു ഹൈഡ്രജനും റിലീസാവും. ഓക്കെ, അത് 2H. ഓക്കെ, 2H ഇവിടെ നിന്നും റിലീസായി. ഓക്കെ, ഇവർ കമ്പൈൻ ചെയ്തിട്ട് H2O മോളിക്യൂൾ ഉണ്ടാവും. ഓക്കെ, ഇവർ കമ്പൈൻ ചെയ്തിട്ടാണ് H2O മോളിക്യൂൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. N മോളിക്യൂൾ ഓഫ് അഡിപ്പിക് ആസിഡും അതുപോലെ തന്നെ N മോളിക്യൂൾ ഓഫ് ഹെക്സേൻ 1,6 ഡൈഅമീൻ മോളിക്യൂളാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ N മോളിക്യൂൾസ് ആണ്. നമ്പേഴ്സ് നമുക്കറിയില്ല എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ N മോളിക്യൂൾസ് ഓഫ് H2O ഉണ്ടാവും അവിടെ. ഓക്കെ, N മോളിക്യൂൾസ് ഓഫ് H2O. കാരണം ഇവിടുന്ന് OHും ഇവിടുത്തെ OHും ഇവിടുത്തെ രണ്ട് നിൽക്കുന്ന NH2ൽ നിന്നും ഓരോ H റിമൂവ് ചെയ്ത് H2O, അതായത് N നമ്പർ ഓഫ് H2O അവിടെ ഫോം ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള സംഭവം, അതായത് ഇവർ ഇത്രയും അവിടെ നിന്ന് ക്യാൻസലാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവം നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഈ പ്ലസ് അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, ഈ പ്ലസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, പ്ലസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ ഈ OHും ഈ OHും ഇവിടുത്തെ ഒരു Hും ഇവിടുത്തെ ഒരു Hും ക്യാൻസൽ ചെയ്ത് NH മാത്രം എഴുതാം. ഓക്കെ, അതിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്താം. ഓക്കെ, നമുക്ക് നോക്കാം.
CO സിംഗിൾ ബോണ്ട് CH2 4 ടൈംസ്. ഓക്കെ, CO എന്ന് മാത്രമേ ഉള്ളൂ. CO ഉണ്ട്, ഈ CO മാത്രമേ ഉള്ളൂ. OH ഇവിടെ നിന്ന് മൈനസ് ചെയ്ത് പോയിട്ട് ഇവിടെ CO മാത്രമായി. ബാക്കിയുള്ള കോമ്പൗണ്ട് CH2 4 ടൈംസ്, അതങ്ങനെ തന്നെ എഴുതി. അതുപോലെ തന്നെ വീണ്ടും ഒരു CO, ഇവിടുന്ന് OH പോയതുകൊണ്ട് CO. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ടുണ്ട്, NH2 ആണ് ഉണ്ടായത്, അത് NH മാത്രമായി മാറി. അതിന് ശേഷം സിംഗിൾ ബോണ്ട് ടു CH2 6 ടൈംസ്. ഓക്കെ, CH2 6 ടൈംസ് എഴുതി അതേ കോമ്പൗണ്ട്. അതിന് ശേഷം ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയതുകൊണ്ട് NH മാത്രം എഴുതി. ഓക്കെ, NH മാത്രം എഴുതി. ഓക്കെ, അതിന് ശേഷം താഴെ N എന്ന് എഴുതി. ഓക്കെ, ഈ N എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. N എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ N എന്തുകൊണ്ടാണ് എഴുതുന്നത്, അതുപോലെ തന്നെ ഈ ലൈൻ ഉണ്ടല്ലോ ഇവിടെയുള്ള ഇത് സിംഗിൾ ബോണ്ട്സ്, അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്യുന്ന സമയത്തുള്ള ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം C2H4 ആണ് ഇവിടെ, അല്ല മക്കളെ, C2H4 എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഓക്കെ, C2H4 ഇങ്ങനെയായിരിക്കും കോമ്പൗണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കോമ്പൗണ്ട്, മറക്കല്ലേ. ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H, അതുപോലെ ഇവിടെ ഒരു H. അതായത് 2 കാർബണേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കുന്നത് ഡബിൾ ബോണ്ടാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഫോർമലായിട്ട് എഴുതിയത് കൊണ്ടായിരിക്കും ഡൗട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചത്. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡബിൾ ബോണ്ട് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാമെന്നൊക്കെ. ഓക്കെ, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെ C2H6 ആയിരിക്കും. ഓക്കെ, C2H6, അതായത് 2 കാർബണും H 6 എണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ CH6 ആയിരിക്കും അവിടെ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇവിടെ CH6 ആണെങ്കിൽ അത് സിംഗിൾ ബോണ്ട് ആയിരിക്കും. CH2 ആയതുകൊണ്ട് 4 ടൈംസ്. ഓക്കെ, 4 ടൈംസ് മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്. ഓക്കെ, CH2. ഓക്കെ, CH2 നമുക്കറിയാം, CH2 നോർമലി CH3 ആണ് വരേണ്ടത്. CH3 ആണ് അവിടെ വരേണ്ടത്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ CH3 വരണം. അപ്പോൾ ഡബിൾ ബോണ്ട് ആണെങ്കിൽ CH2 വരും. ഓക്കെ, ഇതൊന്ന് ആലോചിച്ച് വെക്കുക. അത് 4 ടൈംസ് ഉണ്ട്. അഡിപ്പിക് ആസിഡായി, അഡിപ്പിക് ആസിഡും അതുപോലെ തന്നെ ഹെക്സെയിൻ 1,6 ഡൈ അമീൻ എന്നുള്ള പ്രൊഡക്റ്റ് അല്ല, പ്രൊഡക്റ്റ് തന്നെ വരും, നമ്മുടെ റിയാക്റ്റൻറ്റും ചേർന്നിട്ട് ഫോം ചെയ്ത പ്രൊഡക്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോളി ഹെക്സ മെത്തിലിൻ അഡിപ്പാമൈഡ്. ഓക്കെ, അഥവാ നൈലോൺ 66. ഓക്കെ, ഞാൻ ഇനി നൈലോൺ 66 എന്നേ പറയും, കാരണം എൻ്റെ വായിലൊന്നും വരുന്നില്ല. ഈ ഒരു വേർഡ് എൻ്റെ വായിക്കൊന്നും കൊള്ളുന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് നൈലോൺ 66. ഇനി ഇത് വായിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളവർ ഇത് തന്നെ എഴുതി വെച്ചാലും നല്ലതാണ്. ഓക്കെ, ഈ ഒരു വേർഡ് എഴുതി വെച്ചാൽ നല്ലതാണ്. ഓർമ്മിക്കാൻ എളുപ്പമുള്ളവർ ഈ ഒരു വേർഡ് എഴുതി വെച്ചാൽ നല്ലതാണ്. നമുക്കെന്തായാലും നൈലോൺ 66 പറ്റൂ. ഞാൻ എഴുതി വെക്കുന്നത് നൈലോൺ 66 എന്ന് തന്നെയാണ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ ഫുൾ നെയിം അങ്ങ് എഴുതി വെച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നമുക്കതിൻ്റെ ഏത് ഭാഗമാണോ മനസ്സിലാവാത്ത ആ ഭാഗത്തെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിച്ചു വിടാം. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു. ഇറ്റ്സ് മീ പ്രജ്വൽ സൈനിങ് ഓഫ്.